നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻധ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹക്കീം വധക്കേസ് അന്വേഷണ സംഘത്തിന്റെ മെല്ലെപ്പൊക്ക് നയത്തിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കമ്മിറ്റി തുടർ പ്രക്ഷോഭത്തിലേക്ക്. പ്രക്ഷോഭ ഭാഗമായി ഫെബ്രുവരി 25-ന് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കും. അങ്ങനെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ അതിൽ പറയുന്നത്. ഒന്ന്, ഹക്കീമിന്റെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഈ സമരം. അതല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഏജൻസിക്ക് പകരം CBIയുടെ അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുന്നത് വരെ. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളിദ്രോഹ നയങ്ങൾക്കെതിരെ KSEB വർക്കേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും. പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായ TV ഭരതന്റെ 21ാം ചരമവാർഷികം തൃക്കരിപ്പൂരിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. രാജ്യത്തിനൊപ്പം വളർന്ന കൈത്തറി പ്രസ്ഥാനം ഇന്ന് തളർച്ചയുടെ വക്കിൽ. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവിനൊപ്പം അധികൃതരുടെ അനാസ്ഥയും തകർക്കുന്നത് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു വ്യവസായം കൂടി. കോറോം, നെല്ലിയാട്ടും പരിസരങ്ങളിലും ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളും ഉപകരണങ്ങളും നശിക്കുന്നു. വാർത്തകൾ വിശദമായി. ഹക്കീം വധം ജനകീയ ആക്ഷൻ കമ്മിറ്റി തുടർ പ്രക്ഷോഭത്തിലേക്ക്. കേസന്വേഷണത്തിലെ മെല്ലെപ്പൊക്ക് നയത്തെ തുടർന്നാണ് തുടർ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നത്. പ്രക്ഷോഭ ഭാഗമായി ഫെബ്രുവരി 25-ന് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കും. നിയമവിരുദ്ധമായ രീതിയിലുള്ള സമരത്തിലേക്കല്ല ആക്ഷൻ കമ്മിറ്റി പോകുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഏറ്റവും ആദ്യം ഈ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിൽ നിൽക്കുക, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലക്ക് നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലേക്ക് ബഹുജന മാർച്ച് നടത്തുന്നു. ആ ബഹുജന മാർച്ചിൻ്റെ തുടർച്ച എന്നുള്ള നിലക്ക് തന്നെ പയ്യന്നൂരിൽ ഞങ്ങളൊരു അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ അതിൽ പറയുന്നത്. ഒന്ന്, ഹക്കീമിൻ്റെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഈ സമരം. അതല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഏജൻസിക്ക് പകരം CBIയുടെ അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുന്നത് വരെ. അതായത് CBIയുടെ അന്വേഷണ സംഘം ഏറ്റെടുക്കുകയോ അതല്ലെങ്കിൽ ഇപ്പോഴുള്ള ഇവർ ഈ കേസിലെ കുറ്റവാളികളെ കണ്ടെത്തുകയോ ചെയ്യുന്നത് വരെയുള്ള സമരമാണിപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഹക്കീമിൻ്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ അല്ലെങ്കിൽ കേസന്വേഷണം CBI ഏറ്റെടുക്കുന്നതുവരെ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഫെബ്രുവരി 25-ന് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കും. തുടർന്ന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരവും ആരംഭിക്കും. ഔദ്യോഗിക പരിപാടികൾക്കായി പയ്യന്നൂരിലെത്തുന്ന കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഹക്കീം വധക്കേസിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നുവെന്ന ധാരണ സൃഷ്ടിക്കുവാനും പ്രക്ഷോഭ പരിപാടികളെ തണുപ്പിക്കുവാനുള്ള നീക്കവുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉദ്യോഗസ്ഥ ഭരണതലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് കേസുകൾ തേച്ചുമായ്ച്ചു കളയുന്ന പ്രവണതകൾ ഏറിവരികയാണെന്നും മാഫിയവൽക്കരണം ശക്തിപ്പെട്ടു വരികയാണെന്നും ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ നിർഭയമായ നിശ്ചയദാർഢ്യം ഒന്നു മാത്രമാണ് ഇതിനെ ചെറുക്കാനുള്ള പോംവഴിയെന്നും പ്രവർത്തകർ മാധ്യമസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. ഫെബ്രുവരി 25-ന് രാവിലെ 9 മണിക്ക് നീതിപക്ഷ സമീപത്തു നിന്നും പോസ്റ്റ് ഓഫീസ് മാർച്ച് ആരംഭിക്കും. ജനകീയ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ T. പുരുഷോത്തമൻ, കൺവീനർ TTV ലാലു, N. സുബ്രഹ്മണ്യൻ, MK ഭാസ്കരൻ, അപ്പുക്കുട്ടൻ കാരയിൽ, അശോകൻ PV, K. രാജീവ് കുമാർ, VK അമർനാഥ് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ ഫെബ്രുവരി 23 പ്രതിഷേധ ദിനമായി ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വൈദ്യുതി നിയമം 2003-ലെ പ്രതിലോമകരമായ ഭേദഗതികൾക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ കമ്പനിവൽക്കരണം, സ്വകാര്യവൽക്കരണ നയത്തിനെതിരെയും
തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 23 പ്രതിഷേധ ദിനമായി ആചരിക്കുന്നത്. പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗത്തിൽ വി സത്യചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PV മനോഹരൻ, സംസ്ഥാന കൗൺസിൽ അംഗം ലക്ഷ്മണൻ പവിഴക്കുന്നിൽ, VP രാജീവൻ എന്നിവർ സംസാരിച്ചു. ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിന് AV ശശിധരൻ, PM മനോജ്, TV ബിജു, KP നാസർ, K വിശ്വനാഥൻ, K ജലീൽ എന്നിവർ നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന TV ഭരതന്റെ 21ാം ചരമവാർഷിക ദിനാചരണവും പൊതുയോഗവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂരിലെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന കോൺഗ്രസ് നേതാവ് TV ഭരതന്റെ 21ാം ചരമവാർഷിക ദിനാചരണം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. ഭരതന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനവും തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണന്റെ അധ്യക്ഷതയിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറിമാരായ KV ഗംഗാധരൻ, KK രാജേന്ദ്രൻ, PK ഫൈസൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് C രവി തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി. നിരവധി പേർ സംബന്ധിച്ചു. കണ്ണൂർ ജില്ലകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ജനങ്ങളുടെ ഏറ്റവും ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേരള പ്രദേശ് ആധാരമേറ്റ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് കേരള യുക്തിവാദി സംഘം വെള്ളൂർ യൂണിറ്റ് വെള്ളൂർ ജവഹർ വായനശാല പന്തലിൽ സെമിനാർ നടത്തി. കേരള യുക്തിവാദി മെമ്പർ U കലാനാഥൻ പ്രസംഗിച്ചു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും യുക്തിരാഹിത്യ പ്രവണതകളും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് കേരള യുക്തിവാദി സംഘം വെള്ളൂർ യൂണിറ്റ് നവോത്ഥാന മൂല്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. വൈദ്യുതി സാർവത്രികമായതോടെ പ്രേതത്തിനെയും പിശാചിനെയും ഒക്കെ കാണാതായിരിക്കുന്നുവെന്ന് U കലാനാഥൻ അഭിപ്രായപ്പെട്ടു. ഒരുപാട് നിയമങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി ഒരുപാട് നിയമങ്ങൾ വരേണ്ടി വരും. ഒറ്റയടിക്ക് എല്ലാം പൂർണ്ണമായി കൊള്ളുന്നില്ല. സ്ത്രീകൾ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏറെക്കൂടെ പുരുഷന്മാരിൽ 40% സ്ത്രീകളുടെ അവകാശം ന്യായമാണെന്ന് മനസ്സിലാക്കാൻ A ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷനായി. അയ്യൂബ് മൗലവി മലപ്പുറം, VV ശ്രീനിവാസൻ തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. K ചന്ദ്രൻ മാസ്റ്റർ, T അജയ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കോറോം നെല്ലിയാട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കും ഉപകരണങ്ങളും നശിക്കുന്നു. കുടിവെള്ള വിതരണത്തിനു വേണ്ടി കൊണ്ടിട്ട പൈപ്പുകൾക്ക് യാതൊരു സുരക്ഷയുമില്ല. കൊട്ടിഘോഷിച്ചു വന്ന കോറോം നെല്ലിയാട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി പാതിവഴിയിൽ നിലച്ചു. ഇതിനുവേണ്ടി നിർമ്മിച്ച കൂറ്റൻ ടാങ്ക് അപകടാവസ്ഥയിലുമാണ്. മഴക്കാലത്ത് പണകളിൽ കെട്ടിനിന്ന വെള്ളം ഇതിലേക്ക് പമ്പ് ചെയ്ത് കയറ്റിയിരുന്നു. ടാങ്കിന് ചോർച്ചയുണ്ടോ എന്ന് നോക്കുവാനാണ് ഇങ്ങനെ ചെയ്തത്. ടാങ്കിന്റെ കിഴക്ക് വശത്തുള്ള ചോർച്ചയിൽ കൂടി വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് കാണാം. ഇതിന്റെ അർത്ഥം ലിറ്റർ കണക്കിന് വെള്ളം ഇതിലുണ്ടെന്നാണ്. എപ്പോഴാണ് ഇനി ഈ ടാങ്കിന്റെ ഭിത്തി പൊട്ടുക എന്ന് പറയാനാകില്ല. ചപ്പാരപ്പടവിൽ നിന്നുമാണ് വെള്ളം കൊണ്ടുവന്ന് വിതരണം ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. അതിനായി പൈപ്പുകളും ഇട്ടിരുന്നു. അപ്പോഴേക്കും പല കാരണങ്ങൾ കാരണം വെള്ളമെടുക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയായിരുന്നു. വീടുകളിലേക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന പൈപ്പുകൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നതും കാണാം. ഈ പൈപ്പുകൾ സൂക്ഷിക്കാൻ യാതൊരു മുൻകരുതലുകളും അധികൃതർ ഒരുക്കിയിട്ടില്ല താനും. വെള്ളം പമ്പ് ചെയ്യുവാനെത്തുന്ന ജീവനക്കാരന് താമസിക്കുവാനുള്ള കെട്ടിടവും കാടുമൂടിയിരിക്കുന്നതായി കാണാം. ഇപ്പോൾ ഇതെല്ലാം നിർത്തലാക്കിയെന്ന് അവർ പറയുന്നു. നിർത്തലാക്കിയെന്ന് ചപ്പാരപ്പടവെന്ന് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവരണം. അതിനിപ്പോൾ അതിൻ്റെ അനുമതി ആണെന്ന് കിട്ടിയിട്ട അവിടെ കെട്ടേണ്ട പൈസയെല്ലാം കിട്ടിയെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഈ വാർഡസഭക്കെല്ലാം പോലെ ഇങ്ങനെ പറയുന്നുണ്ട്. മറ്റിതുവരെ ഒന്നുമില്ല. ഇതിന് ഇടക്കിടക്ക് ഓരോരാളിനും വന്നിട്ട് ഇങ്ങനെ ഇതിലൂടെ കയറിയിട്ട് വന്നിട്ട് കിഴിഞ്ഞു പോകുന്നു. എന്നാൽ സംഭവം നമ്മൾ അറിയാം. നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്ന് പറയാൻ കഴിയില്ലല്ലോ. സംഭവം ഒറ്റയ്ക്ക് വന്നാൽ നമുക്കൊന്നും ചെയ്യുന്ന പറയാൻ പറ്റില്ല. കോടികൾ ചിലവഴിച്ച ഒരു പദ്ധതി കൂടി ലക്ഷ്യം കാണാതെ പോവുകയാണ്. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് പതിഞ്ഞ് കടുക്കുന്ന വേനലിൽ ജനത്തിന് കുടിവെള്ളം എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വേനൽ കനത്തു തുടങ്ങി. കുടിവെള്ളത്തിന് വേണ്ടി ജനം നെട്ടോട്ടമോടുകയാണ്. കോറോം നെല്ലിയാട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കൂറ്റൻ ടാങ്കും അനുബന്ധ ഉപകരണങ്ങളും നശിച്ചു പോവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സെയ്തു ചീമേനി. തൃക്കരിപ്പൂർ എടാട്ടുമ്മലിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. എടാട്ടുമ്മൽ സുഭാഷ് സ്പോർട്സ് ക്ലബിന്റെ ജനച്ചില്ലുകളും മുകളിലത്തെ വാതിലും തകർത്ത നിലയിൽ. സമീപത്തെ വീടുകളിലും അക്രമം കാട്ടിയതായി പരാതി. ഞായറാഴ്ച രാത്രിയാണ് സ്പോർട്സ് രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും ജില്ലയിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്ന
എടാട്ടുമ്മൽ സുഭാഷ് സ്പോർട്സ് ക്ലബിന്റെ താഴ്ഭാഗത്തെ മുഴുവൻ ജനൽ ചില്ലുകളും മുകളിലെ മുറിയുടെ വാതിലും സാമൂഹ്യവിരുദ്ധർ തകർത്തത്. ക്ലബ്ബ് വരാന്തിയിലും ക്ലബിനു ചുറ്റും ജനൽ ചില്ലുകൾ തകർന്ന് ചിതറിയ നിലയിലാണ്. ക്ലബിന്റെ മുകൾ ഭാഗത്തെ വാതിൽ ഓടാമ്പൽ തകർത്ത് തുറന്നിട്ട നിലയിലാണ്. ശബ്ദം കേട്ട് ലൈറ്റിട്ടു നോക്കിയ അയൽവാസികൾ ഇരുട്ടിന്റെ മറവിൽ ആളുകൾ ഓടിപ്പോകുന്നത് കണ്ടതായി പറയുന്നു. നമ്മൾ തൊട്ടപ്പുറത്തൊരു വീട്ടിലെ ഒരു വണ്ടീൻ്റെ ഗ്ലാസ് ഇതുവരെ പൊളിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നലെ നമ്മൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു ബാത്റൂമിലേക്ക് എന്തെല്ലോ സാധനങ്ങൾ വലിച്ചെറിച്ചിട്ട് ചളിവാരി ആക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടിൽ സാമൂഹ്യ ദ്രോഹികളുടെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രൗണ്ടുകൾ സാമൂഹ്യ ദ്രോഹികൾ രാത്രികാലങ്ങളിൽ പരസ്യമായി മദ്യം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എടാട്ടുമൽ ഭാഗത്തുള്ള വീടുകളിലും അതിക്രമം നടന്നതായി പരാതിയുണ്ട്. ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തണമെന്നും അക്രമത്തിനെതിരെ പ്രതികരിക്കണമെന്നും പ്രതിഷേധമറിയിച്ചുകൊണ്ട് ക്ലബ്ബ് പ്രസിഡന്റ് പി രാജൻ പറഞ്ഞു. ആതുര ശുശ്രൂഷ രംഗത്ത് നിന്ന് മൃഗപരിപാലനത്തിലേക്ക് കടന്ന് മികവ് തെളിയിച്ചിരിക്കുകയാണ് തിരുമേനി ഗോക്കടവിലെ വെള്ളക്കടയിൽ ഷൈനി. ഗുജറാത്തിൽ നിന്നും 1 ലക്ഷം രൂപ കൊടുത്തു വാങ്ങിയ ഗീർ പശു അടക്കം 15ഓളം പശുക്കളാണ് ഷൈനിയുടെ തൊഴുത്തിലുള്ളത്. വർഷങ്ങളോളം ആതുര സേവന രംഗത്ത് മികച്ച സേവനം നടത്തിയെന്ന പേര് മുൻപ് ഷൈനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ രംഗത്ത് കിട്ടുന്ന വേതനം കുടുംബജീവിതത്തിന് തികയില്ല എന്ന് മനസ്സിലാക്കിയ ഷൈനി മൃഗപരിപാലനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഇഞ്ചക്ഷൻ സൂചിയേക്കാൾ തൻ്റെ കൈക്ക് വഴങ്ങുക പശുവിൻ്റെ കയറാണെന്ന് ഷൈനി തെളിയിച്ചു. ഇത്തരം പശുക്കളെ വളർത്തുന്ന ഏക വനിത ചിലപ്പോൾ ഷൈനിയായിരിക്കും. എല്ലാത്തരം പശുക്കളോടൊപ്പം ഗുജറാത്തിൽ നിന്നും 1 ലക്ഷം രൂപ കൊടുത്തു വാങ്ങിയ ഗീർ എന്ന ഇനത്തിൽപ്പെട്ട പശുവും ഷൈനിയുടെ തൊഴുത്തിലുണ്ട്. മറ്റു പശുക്കളേക്കാൾ ഇരട്ടി വലിപ്പമുള്ള പശുവിന് കേരളത്തിലെ കാലാവസ്ഥ നന്നായി ഇണങ്ങുമെന്നും ഇവയ്ക്ക് നമ്മുടെ പശുക്കളേക്കാൾ ഇണക്കമുണ്ടെന്നും ഷൈനി പറയുന്നു. 1 വർഷം കൊണ്ട് 1 കിൻഡലോളം വളർന്ന പശുവിൻ്റെ കിടാവും ഷൈനിയുടെ അടുത്തുണ്ട്. ഈ ഗീർ പശുവിന് മാത്രം പ്രതിദിനം 30 ലിറ്റർ പാൽ ലഭിക്കുമെന്നാണ് ഷൈനി പറയുന്നത്. ഇന്നത്തെ കാലത്ത് കാലിത്തീറ്റയുടെയും കച്ചിയുടെയും വില വർധനവ് പശു വളർത്തലിനെ ബാധിക്കുന്നുണ്ടെങ്കിലും സ്വന്തം സ്ഥലത്ത് തീറ്റപ്പുൽ വളർത്തിയാണ് ഷൈനി ഇതിൽ നിന്ന് രക്ഷ നേടുന്നത്. വീടിനടുത്തുള്ള തൊഴുത്ത് വളരെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതോടൊപ്പം ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ട എല്ലാവിധ പരിചരണവും ഇവിടെ നൽകുന്നു. ഭർത്താവ് ജെയ്സണും ഭർത്തൃപിതാവ് ജോസഫും ഷൈനിയോടൊപ്പം പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ആധാരമെഴുത്ത് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അന്തരിച്ച TV ഭരതന്റെ 21ാം ജന്മവാർഷിക ദിനാചരണം ആധാരമെഴുത്ത് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി ആചരിച്ചു. തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ ഒരുക്കിയ അനുസ്മരണ ചടങ്ങിൽ TV ഭരതന്റെ ഛായാചിത്രത്തിൽ ആധാരമെഴുത്തുകാർ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി. TV കോരൻ, KK കുമാർ, KV ജനാർദ്ദനൻ, M രമേഷ് ബാബു, നന്ദൻ, K ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. TV ഭരതേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞ് 21 വർഷം തികയുകയാണ്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണകൾ അവർക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. കൈത്തറി മേഖല പ്രതിസന്ധികളെ തരണം ചെയ്യാനാകാതെ വിസ്മൃതിയിലേക്ക്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും വിപണിയിലെത്താത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ഇരട്ടപ്രഹരം എന്ന രീതിയിൽ അധികൃതരും മേഖലയെ കൈയൊഴുകയാണ്. അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് നല്ലൊരു ശതമാനം തൊഴിലാളികളും രംഗം വിടാൻ നിർബന്ധിതരാകുന്നു. ചരിത്രത്തിനൊപ്പം വളർന്ന പ്രസ്ഥാനമാണ് കൈത്തറി. അതുകൊണ്ടുതന്നെ രാജ്യത്തിന്റെ തന്നെ പഴക്കമുണ്ട് കൈത്തറി മേഖലയ്ക്കും. ചരിത്രത്തിൽ പ്രതിഷേധത്തിനും ധീരമായ നിലപാടുകൾക്കും കൈത്തറിയെ ഒരു ആയുധമാക്കിയെങ്കിൽ ഇന്ന് പ്രതിഷേധിക്കാൻ പോലുമാകാതെ ചരിത്രത്തിലേക്ക് മറയാൻ ഒരുങ്ങുകയാണ് കൈത്തറി മേഖല. രാജ്യം വളരുന്നതനുസരിച്ച് പ്രസ്ഥാനം തളർന്നും തുടങ്ങി. ആധുനികതയിൽ വസ്ത്രവിപണി മാറാനും തുടങ്ങിയതോടെ കൈത്തറി മേഖലയോട് ഉപഭോക്താക്കൾക്ക് പ്രിയം കുറഞ്ഞു തുടങ്ങി. എങ്കിലും ഉത്സവകാലത്ത് വിപണികൾ കണ്ടെത്തി നിലനിൽക്കാനുള്ള ശ്രമം ഈ മേഖലയിലെ തൊഴിലാളികൾ നടത്തിയിരുന്നു. ഓണം, വിഷു, ക്രിസ്തുമസ്, പുതുവത്സരം പോലുള്ള അവസരങ്ങളിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചിരുന്നു. ഈ അവസരങ്ങളിലെ വിപണി കൊണ്ട് ഒന്ന് പിടിച്ചു നിൽക്കാൻ കൈത്തറിക്ക് കഴിഞ്ഞുവെങ്കിലും സ്ഥിതി നാൾക്കുനാൾ വഷളാവുകയായിരുന്നു. പ്രത്യേകിച്ച് ആദായമൊന്നുമില്ലെന്ന പേര് പറഞ്ഞ് അധികൃതരും നിലവിൽ കൈത്തറി മേഖലയെ കൈവിട്ട സ്ഥിതിയാണ്. അത് ഏറെ ബാധിച്ചത് ഈ രംഗത്തെ തൊഴിലാളികളെയാണ്. ആവശ്യത്തിന് വേതനമോ അനുബന്ധ ആനുകൂല്യങ്ങളോ ഇല്ലാതെ തൊഴിലാളികൾ ബുദ്ധിമുട്ടിലായി. ഇത് ഈ രംഗം വിട്ടൊഴിയാൻ തൊഴിലാളികളെയും പ്രേരിപ്പിക്കുകയാണ്. എല്ലാ സജ്ജീകരണം ഇപ്പം നമുക്കുണ്ടല്ലോ. ഇപ്പം മാർക്കറ്റില്ല. നമുക്ക് ഒന്നാമത് മാർക്കറ്റില്ലാതെ കാരണം മുതലാളിമാർ, വൻമുതലാളിയും ചെറുകിട മുതലാളിമാരില്ലേ നെയ്ത്ത്, അവർ പവർലൂമിൽ തുണി നെയ്തിട്ട് പിന്നെ കണ്ണൂർ കൈത്തറി പറഞ്ഞിട്ട് സീലച്ച് അടിച്ചിട്ട് അവർ കയറ്റയക്കായിരുന്നു. അപ്പം നമ്മ തകർന്നുവിടാം, നമ്മൾ തുണി ചെലവാകുന്നില്ല. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് ഒരു ഭാഗത്ത് മേഖലയെ തളർത്തുന്നുണ്ട്.
എങ്കിലും നിലനിൽക്കണമെന്ന തൊഴിലാളികളുടെ ആഗ്രഹങ്ങളാണ് ബന്ധപ്പെട്ടവരുടെ അനാസ്ഥ മൂലം അസ്ഥാനത്താകുന്നത്. അവശേഷിക്കുന്ന കുറച്ചുപേർ കൂടി രംഗം വിടുന്നതോടെ ഈ രംഗം ചരിത്രത്തിലേക്ക് മായും. പരമ്പരാഗത വ്യവസായ മേഖലയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന തികഞ്ഞ അവഗണന ആണ് ഈ കൈത്തറി മേഖലയും പ്രതിസന്ധിയിലാക്കിയത്. ലക്ഷക്കണക്കിന് വരുന്ന കൈത്തറി മേഖലയിലെ തൊഴിലാളികൾ ഇന്ന് ജീവൻ മരണ പോരാട്ടത്തിലാണ്. അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താലും ഒരു ദിവസം ജീവിക്കാൻ ആവശ്യമായ വേതനം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ആ പണി പോലും ചെയ്യാൻ ആവശ്യമായ അസംസ്കൃത വസ്തുവായ നൂല്, ചായം മുതലായ സാധനങ്ങൾക്ക് വമ്പിച്ച വിലവർദ്ധനവ്. INTUC പ്രവർത്തകരുടെ ശക്തി സ്രോതസ്സും മാർഗദർശിയുമായിരുന്ന TV ഭരതന്റെ ചരമവാർഷിക ദിനാചരണം തൃക്കരിപ്പൂർ നെഹ്റു സ്തൂപത്തിന് സമീപം നടന്നു. T പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. തൊഴിലാളികൾക്ക് താങ്ങും തണലുമായിരുന്ന അന്തരിച്ച TV ഭരതന്റെ 21ാം ചരമവാർഷിക ദിനാചരണം നെഹ്റു സ്തൂപത്തിന് സമീപം ഓട്ടോ തൊഴിലാളി INTUC പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നു. PV ദാമോദരൻ, P രാമൻ, M മാധവൻ, E ബാലചന്ദ്രൻ, രാജൻ പനിക്കിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. 4 പതിറ്റാണ്ടുകാലം ഇന്ത്യൻ കോൺഗ്രസിന് വേണ്ടിയും അതിലുപരി INTUC പ്രസ്ഥാനത്തിന് വേണ്ടിയും അഹോരാത്രം പണിയെടുത്ത് ഇതിനെ ശക്തിപ്പെടുത്തുന്നതിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനമായിരുന്നു അവരുടെ കാഴ്ച. മുൻ മന്ത്രി CM സ്റ്റീഫന്റെ പടുകൂറ്റൻ ശില്പമൊരുങ്ങുന്നു. ശില്പി ചിത്രൻ കുഞ്ഞിമംഗലത്തിന്റെ കരവിരുതിൽ വെങ്കലത്തിലൊരുങ്ങുന്ന ശില്പത്തിന്റെ ഭാരം 1500 കിലോയാണ്. കുഞ്ഞിമംഗലം ഗ്രാമത്തിന്റെ ശില്പചാരുത ഒരിക്കൽ കൂടി ശ്രദ്ധയാകർഷിക്കുകയാണ് ചിത്രൻ കുഞ്ഞിമംഗലത്തിന്റെ കരവിരുതിലൂടെ. ഇതിനോടകം തന്നെ നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച് ശില്പനിർമ്മാണത്തിലെ തൻ്റെ കഴിവ് ലോകത്തിനു മുന്നിൽ പ്രകടിപ്പിച്ച ശില്പി ചിത്രൻ കുഞ്ഞിമംഗലം ഇത്തവണ സഹൃദയ ലോകത്തെ അതിശയിപ്പിക്കുന്നത് ഒരേ സമയം തൻ്റെ ശില്പചാതുരി കൊണ്ടും ശില്പത്തിൻ്റെ വലിപ്പം കൊണ്ടുമാണ്. ശില്പത്തിൻ്റെ വലിപ്പവും ഭാരവും ഒരു ശില്പത്തെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുമോ എന്ന് ആർക്കു വേണമെങ്കിലും സംശയം തോന്നാം. പക്ഷേ ചിത്രൻ്റെ ഇത്തവണത്തെ ശില്പം കാണുന്ന ആരും ഉറപ്പിച്ചു പറയും ശില്പത്തിൻ്റെ വലിപ്പത്തിലുമുണ്ട് കാര്യമെന്ന്. മുൻമന്ത്രി CM സ്റ്റീഫന്റെ വെങ്കല ശില്പം 1.5 വർഷം കൊണ്ടാണ് ഈ ശില്പി പൂർത്തീകരിച്ചത്. 1500 കിലോഗ്രാം തൂക്കം വരുന്ന ശില്പം കൊല്ലം ജില്ലയിലെ നഗരമധ്യത്തിലേക്കാണ് കുഞ്ഞിമംഗലത്തുകാരൻ്റെ കരവിരുതിൽ ഒരുങ്ങുന്നത്. CM സ്റ്റീഫന്റെ ശില്പത്തിനൊപ്പം തന്നെ EMS നമ്പൂതിരിപ്പാടിൻ്റെ 150 കിലോഗ്രാം വരുന്ന ശില്പവും ഇദ്ദേഹം തയ്യാറാക്കുന്നുണ്ട്. കാസർഗോഡ് പീപ്പിൾ കോളേജിലേക്കാണ് ശില്പം തയ്യാറാക്കുന്നത്. ഒപ്പം ബൈബിൾ കഥയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഉയർത്തെഴുന്നേൽപ്പ് എന്ന ശില്പവും ശ്രദ്ധേയമാവുകയാണ്. ഫൈബർ ഗ്ലാസ് ശില്പമായാണ് ഉയർത്തെഴുന്നേൽപ്പ് തയ്യാറാക്കുന്നത്. നിർമ്മിക്കുന്നതും കൊല്ലത്ത് ടൗണിൽ സ്ഥാപിക്കാൻ പോകുന്ന ശില്പമാണ് ചെയ്യുന്നത്. അത് ഏകദേശം 1500 കിലോഗ്രാം തൂക്കം വരുന്നതും ആണ്. പിന്നെ രണ്ടാമത്തെ ശില്പം ഒന്ന് EMSൻ്റെതാണ്. EMSൻ്റെത് കണ്ണൂർ കാസർഗോഡ് പീപ്പിൾസ് കോളേജിന് മുന്നിൽ മുന്നാട് അവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. അത് വെങ്കലത്തിൽ ആണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. വെങ്കലത്തിൽ തീർത്ത ഈ ശില്പങ്ങൾ ഒരിക്കൽ കൂടി ചിത്രൻ കുഞ്ഞിമംഗലം എന്ന ശില്പിയിലൂടെ കുഞ്ഞിമംഗലം ഗ്രാമത്തിൻ്റെ പെരുമ അന്യദേശങ്ങളിൽ വ്യാപിപ്പിക്കുവാനുള്ള അവസാന മിനുക്കുപണിയിലാണ്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോറം ഈസ്റ്റ് വെസ്റ്റ് വില്ലേജ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ V ജാനകി അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണം മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം N സുകന്യ ഉദ്ഘാടനം ചെയ്തു. CPIMന്റെ ഏരിയ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ പ്രസിഡന്റുമായിരുന്ന V ജാനകിയുടെ 1ാം ചരമവാർഷിക ദിനമാണ് AIDWA കോറം ഈസ്റ്റ് വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആചരിച്ചത്. കോറം സെൻട്രലിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം AIDWA കേന്ദ്ര കമ്മിറ്റി അംഗം N സുകന്യ ഉദ്ഘാടനം ചെയ്തു. പെരുമാൾ മുരുകനെ കുറിച്ച് നമ്മൾ കേൾക്കാനിടയായത് അദ്ദേഹം എഴുത്തു നിർത്തിയ വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തത് പെരുമാൾ മുരുകൻ എന്ന എഴുത്തുകാരൻ മരിച്ചിരിക്കുന്നു എന്നാണ്. ഇനി അവശേഷിക്കുന്നത് P മുരുകൻ എന്ന് പറയുന്ന സർവകലാശാല അധ്യാപകൻ, കോളേജ് അധ്യാപകൻ മാത്രമാണ്. പെരുമാൾ മുരുകൻ എന്ന എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ എന്ന വ്യക്തിയിലേക്ക് ചുരുങ്ങിപ്പോയത് ഇന്ത്യയിൽ എതിരഭിപ്രായത്തെ അടിച്ചമർത്തുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ശക്തി പ്രാപിച്ചതുകൊണ്ടാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ N സുകന്യ അഭിപ്രായപ്പെട്ടു. AIDWA കോറം ഈസ്റ്റ് വില്ലേജ് പ്രസിഡന്റ് M വാസന്തി അധ്യക്ഷയായിരുന്നു. VV സരോജിനി, KV ലളിത, P ശ്യാമള, KP ജ്യോതി, KC ശോഭന തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃക്കരിപ്പൂർ തങ്കയം ബൈപ്പാസ് റോഡ് പണിയിൽ അപാകത ചൂണ്ടിക്കാട്ടി നടന്ന വാക്കുതർക്കത്തിനൊടുവിൽ അപാകത തീർക്കാമെന്ന ഉറപ്പിന്മേൽ പണി തുടർന്നു. വിവിധ സംഘടനകൾ നിരവധി പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചതിനൊടുവിൽ തൃക്കരിപ്പൂർ തങ്കയം താലൂക്ക് ആശുപത്രി PWD റോഡ് പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പൂർത്തിയായ ഭാഗങ്ങളിലെ പ്രവൃത്തിയിൽ അപാകതയുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് പണിസ്ഥലത്തെത്തിയ രാഷ്ട്രീയ നേതാക്കൾ കോൺട്രാക്ടറുമായി പരാതിയെക്കുറിച്ച് സംസാരിച്ചു. ഇതിനിടെ പൊടിശല്യം സഹിക്കുന്ന പരിസരവാസികൾ നേതാക്കളുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു.
നേതാക്കളുടെ ഇടപെടൽ പ്രവൃത്തി നിർത്തിവെപ്പിക്കുമെന്നും പൊടിശല്യം രൂക്ഷമാകുമെന്നും തെറ്റിദ്ധാരണ പരത്തിയതുമാണ് നാട്ടുകാരെ പ്രകോപിതരാക്കിയത്. പ്രവൃത്തി നിർത്തിവെപ്പിക്കില്ലെന്നും പ്രവൃത്തിയിലെ അപാകത പരിഹരിക്കാനാണ് ശ്രമിച്ചതെന്നുമുള്ള നേതാക്കളുടെ വിശദീകരണവും അപാകത പരിഹരിക്കാമെന്ന കോൺട്രാക്ടറുടെ ഉറപ്പും പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും പ്രവൃത്തി പുനരാരംഭിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU പയ്യന്നൂർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ LIC ഓഫീസിനു മുൻപിൽ ഡെമോൺസ്ട്രേഷൻ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് പ്രസിഡന്റുമായ T. വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിനെയോ ജനങ്ങളെയോ ജനാധിപത്യത്തെയോ മുഖവിലക്കെടുക്കാതെ ആ ജനാധിപത്യത്തെ തന്നെ ചവിട്ടിമതിച്ചുകൊണ്ടാണ് എല്ലാത്തിനെയും ഓർഡിനൻസായി പുറപ്പെടുവിച്ചുകൊണ്ട് ഇൻഷുറൻസ് ഓർഡിനൻസ് പിൻവലിക്കുക, ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപ പരിധി ഉയർത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സമരം സംഘടിപ്പിച്ചത്. T. രാമചന്ദ്രൻ, ഉമേഷ് PP തുടങ്ങിയവർ സംസാരിച്ചു. ചെറുപുഴ നവജ്യോതി കോളേജിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തലശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം നിർവഹിച്ചു. ഫാദർ ഡോക്ടർ മാത്യു വാദ്യമറ്റം അധ്യക്ഷത വഹിച്ചു. മാർ ജോർജ് വലിയമറ്റം ഉദ്ഘാടനം ചെയ്തു. ആരംഭിച്ച നമ്മുടെ സഹോദരന്മാരെ ആരംഭിച്ച സ്ഥാപനം ഇന്ന് ഇത്രമാത്രം വളർന്ന് ഒരു ഉന്നത വിദ്യാ കേന്ദ്രമായി പരിരക്ഷിക്കുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി, പ്രൊഫസർ ജോൺ ജോസഫ്, ഫാദർ ഡോക്ടർ ജോസഫ് വാരണത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. DYFI വെള്ളൂർ സൗത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന EMS ട്രോഫിക്ക് വേണ്ടിയുള്ള MK വിപിനൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. ഫെബ്രുവരി 27 മുതൽ മാർച്ച് 6 വരെ കണ്ടോത്ത് കിസാൻ കൂവൽ ഗ്രൗണ്ടിൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫുട്ബോൾ മേളയ്ക്ക് പ്രചരണം നൽകാനായി 50ഓളം കലാകാരന്മാർ ചേർന്നാണ് പയ്യന്നൂർ ടൗൺ, കോത്തായിമുക്ക്, തൃക്കരിപ്പൂർ തുടങ്ങി 20ഓളം കേന്ദ്രങ്ങളിൽ ഫ്ലാഷ് മോബ് നടത്തിയത്. അടിപൊളിപ്പാട്ടിന്റെ അകമ്പടിയോടെ ചുവടുവെച്ച ഫ്ലാഷ് മോബ് കാണാൻ നിരവധി പേർ എത്തിച്ചേർന്നു. തുളുനാട് മാസിക 10ാമത് കലാ സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ലേഖന അവാർഡിന് നെറ്റ്വർക്ക് ചാനൽ വാർത്താ അവതാരിക സോന ഭാസ്കരൻ അർഹയായി. വിദ്യാർത്ഥി സാഹിത്യം മലയാളത്തിൽ എന്ന വിഷയത്തിലാണ് ലേഖന മത്സരം നടന്നത്. പത്രപ്രവർത്തനം, കഥ, കവിത, ലേഖനം തുടങ്ങിയ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ലേഖന വിഭാഗത്തിലെ ANE സുവർണവല്ലി സ്മാരക അവാർഡിനാണ് നെറ്റ്വർക്ക് വാർത്താ അവതാരികയും കുഞ്ഞുമംഗലം സ്വദേശിനിയുമായ സോന ഭാസ്കർ അർഹയായത്. റിട്ടയർഡ് പോസ്റ്റൽ ജീവനക്കാരൻ C. ഭാസ്കരന്റെയും അംഗൻവാടി അധ്യാപിക K. ഗൗരിയുടെയും മകളാണ്. കണ്ണൂർ സർവകലാശാല മലയാളം വിഭാഗം ഗവേഷകയാണ് സോന. പ്രൊഫസർ മേലേത്ത് ചന്ദ്രശേഖരൻ, വാസു ചോറോട്, പ്രകാശൻ കരിവള്ളൂർ, KP സുരേഷ് കുമാർ നീലേശ്വരം എന്നിവരടങ്ങുന്ന സമിതിയാണ് അവാർഡ് നിർണയിച്ചത്. മാർച്ച് 1 പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കോറോം നോർത്തിൽ അഗ്നിബാധ, പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കോറോം എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തായാണ് തീപിടുത്തമുണ്ടായത്. നിരവധി ചെങ്കൽ പണകൾ പ്രവർത്തിച്ചു വരുന്ന പ്രദേശമാണിത്. പണയുടെ സമീപത്തെ ഓലഷെഡ് പൂർണ്ണമായും കത്തിയമർന്നു. പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കങ്കാരൂസ് ബാഗ് ബസാർ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ലേഡീസ് ബാഗുകൾ, ട്രാവൽ ബാഗുകൾ, സ്കൂൾ ബാഗുകൾ, ലാപ്ടോപ്പ് ബാഗുകൾ, പേഴ്സ് തുടങ്ങിയ വിവിധയിനം ബാഗുകളുടെ വിപുലമായ ശേഖരമാണ് കങ്കാരൂസ് ബാഗ് ബസാറിൽ ഒരുക്കിയിട്ടുള്ളത്. ബാഗുകളുടെ ഹോൾസെയിൽ, റീറ്റെയിൽ വിൽപ്പനയും സ്ഥാപനത്തിൽ ലഭ്യമാകും. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ നിർവഹിച്ചു. നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. മുട്ടത്ത് പുതിയതായി ആരംഭിച്ച സ്മൈൽ ദന്തൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ തച്ചൻ നിർവഹിച്ചു. പ്രശസ്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്താശുപത്രിയിൽ നിന്നും പരിചയസമ്പത്തുമായി ഡോക്ടർ ശ്യാംലി ബാലൻ മുട്ടം ജമാഅത്ത് പള്ളിക്ക് സമീപം ആരംഭിച്ച സ്മൈൽ കെയർ ഡെന്റൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ തച്ചൻ നിർവഹിച്ചു. ഇങ്ങനെ ഒരു നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 32 അങ്കണവാടികൾ ഉണ്ടായാലും ഒരു അങ്കണവാടി ഇപ്പോഴില്ല, ബിൽഡിംഗ് കിട്ടാത്തത് കൊണ്ട്. ഇപ്പൊ 3 സെന്റ് സ്ഥലം കിട്ടാനുള്ളതായ പ്രയാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ശരിക്കും 12 അങ്കണവാടി മാത്രമേ സ്ഥിരം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം അതിശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു.
ഡോക്ടർ ശ്യാമലി ബാലനെ കൂടാതെ ഡോക്ടർമാരായ സുഹാസ് ഷെട്ടി, നാഗേഷ് കുമാർ, സമീപ് ഷെട്ടി, ധ്യാൻ കുശലപ്പ എന്നിവർ വിസിറ്ററായും ക്ലിനിക്കിൽ പരിശോധന നടത്തും. ഇനി അറിയിപ്പുകൾ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുഞ്ഞിമംഗലം യൂണിറ്റ് 23ാം വാർഷിക സമ്മേളനം ഫെബ്രുവരി 25 ബുധനാഴ്ച രാവിലെ 9:30 കണ്ടംകുളങ്ങര വൃദ്ധാവിശ്രമ മന്ദിരത്തിൽ KSSPU കണ്ണൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് P. സുശീല ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. കേരള സീനിയർ സിറ്റിസൺ ഫോറം പയ്യന്നൂർ ബ്ലോക്ക് വാർഷിക സമ്മേളനം ഫെബ്രുവരി 24 ചൊവ്വാഴ്ച രാവിലെ 9:30 പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടക്കും. കാനായി ശ്രീ കക്കരക്കാവ് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം മാർച്ച് 2, 3 തീയതികളിൽ നടത്തപ്പെടും. തായ്നേരി കാരയിൽ ശ്രീ ഓഡോൾ തറവാട് പ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവവും ഫെബ്രുവരി 25, 26, 27 തീയതികളിലും മാർച്ച് 6, 7 തീയതികളിലുമായി നടത്തപ്പെടും. കരിങ്കുഴി അണക്കെട്ടിന് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പണിയുക എന്ന ആവശ്യവുമായി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൈനർ ഇറിഗേഷൻ ഓഫീസിലേക്ക് ഫെബ്രുവരി 25 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് മാർച്ചും ധർണയും നടത്തുന്നു. ഇനി മാറ്റൊലി. കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് മാറ്റൊലി പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത്. സദാചാര പോലീസ്. സദാചാര പോലീസ് വീണ്ടും കേരളത്തിൽ സജീവമാകുന്നു എന്ന ചോദ്യത്തിനുള്ള പ്രേക്ഷക പ്രതികരണമാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. കേരളത്തിലെ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സദാചാര ഗുണ്ടകൾ വിളയാടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. അതിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്ന ഒരു ആഭ്യന്തരമന്ത്രിയും ആ കേരളത്തിൻ്റെ ഭരണവും ഇന്ന് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോൾ ഇതിനെല്ലാം അടിച്ചമർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഗുണ്ടാ വിളയാട്ടം, അതുപോലെ തന്നെ എന്താ പറയുക, ബൈക്കിൽ പോലും വന്നിട്ട് മാല തട്ടിപ്പറിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം പോലും ഇന്ന് ഇത് ടൗണുകളിലൊന്നും സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥ. അവർ ഈ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ പുത്തൻ കാര്യങ്ങൾ തേടിക്കൊണ്ടുള്ള അവരുടെ യാത്രയിൽ ആ യാത്രയാണ് ഇന്നത്തെ നിലയിൽ അവരെ വഴിതെറ്റിക്കുന്നത്. അതുകൊണ്ടാണ് സദാചാര അക്രമങ്ങളും ഗുണ്ടകളും ഈ രാജ്യത്ത് പെരുകുന്നത്. അതിന് ഇടണമെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനങ്ങൾ വളരെയേറെ ജാഗരൂകരായിരിക്കേണ്ട ഒരു കാലമാണ് ഇത് വരുന്നത്. ഇവിടെ ഒന്നും നടക്കില്ല. കാരണം എന്താ വെച്ചാൽ ഗുണ്ടാവിളയാട്ടം നടക്കും. അതിന് ചോദിക്കാനൊന്നും ആരുമില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടും ഇന്ന് വരെ ആ പ്രതികളെ പിടിച്ചിട്ടില്ല. അന്നേരം പിന്നെ പറയാനുണ്ടോ? ഇപ്പം നിസാമിൻ്റെ കാര്യം തന്നെ അങ്ങനെയൊന്നുമല്ല കാണുന്നത്. ഇവിടെ പൈസ ഉണ്ടെങ്കിൽ, സ്വാധീനം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. ആരും ഒന്നും പറയാൻ കഴിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. തീവ്രവാദ ചിന്ത വർദ്ധിക്കുന്നത് കൊണ്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മുൻകാലങ്ങളിൽ ഗ്രാമങ്ങൾ വളരെ ശാന്തമായിരുന്നു. ആ സ്ഥിതിയൊക്കെ ഇന്ന് മാറി കലുഷിതമായ വർഗീയ ചിന്തകളും സഹോദര ബന്ധം കാത്തുസൂക്ഷിക്കാത്ത ഒരു ജീവിത രീതിയുമാണ് ഇന്ന് ഗ്രാമങ്ങളിൽ കാണുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹക്കീം വധക്കേസ് അന്വേഷണ സംഘത്തിന്റെ മെല്ലെപ്പൊക്ക് നയത്തിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കമ്മിറ്റി തുടർ പ്രക്ഷോഭത്തിലേക്ക്. പ്രക്ഷോഭ ഭാഗമായി ഫെബ്രുവരി 25 പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കും. അങ്ങനെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ഞങ്ങൾ അതിൽ പറയുന്നത്. ഒന്ന്, ഹക്കീമിൻ്റെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഈ സമരം. അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ഏജൻസിക്ക് പകരം CBIയുടെ അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുന്നത് വരെ. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ KSEB വർക്കേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും. പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായ TV ഭരതന്റെ 21ാം ജന്മവാർഷികം തൃക്കരിപ്പൂരിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. രാജ്യത്തിനൊപ്പം വളർന്ന കൈത്തറി പ്രസ്ഥാനം ഇന്ന് തളർച്ചയുടെ വക്കിൽ. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവിനൊപ്പം അധികൃതരുടെ അനാസ്ഥയും തകർക്കുന്നത് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു വ്യവസായം കൂടി. കോറോം, നെല്ലിയാട്ടും പരിസരങ്ങളിലും ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളും ഉപകരണങ്ങളും നശിക്കുന്നു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.